കൈത്താക്കാലം 5-ാം വ്യാഴം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. മാറാരോഗമായ കുഷ്ഠം അശുദ്ധരോഗമാണ്. മുഖം മറയ്ക്കണം, തല ചീകരുത്, കീറിയ വസ്ത്രം വേണം, പുറത്ത് പാളയത്തിൽ താമസിക്കണം, അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞു വേണം പുറത്തിറങ്ങാൻ. ഇത് ആരെങ്കിലും ലംഘിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. സ്പർശിച്ചാൽ സ്പർശിച്ചവന് അശുദ്ധനാകും. രോഗം മാറിയാൽ പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനായി ജീവിക്കുന്നതിലും ഭേദം കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്നതാണ് നല്ലതെന്ന തീരുമാനമായിരിക്കാം ആരെയും കൂസാതെ യേശുവിൻ്റെ അരികിലേക്ക് വരാൻ അവനെ ധൈര്യപ്പെടുത്തിയത്. അല്പം മാറി നിന്നുകൊണ്ടാകണം മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കുക എന്നവൻ ആവശ്യപ്പെട്ടത്. മാറി നിന്നതുകൊണ്ടാണല്ലോ യേശു അവനെ കൈനീട്ടി സ്പർശിച്ചു എന്നെഴുതിയിരിക്കുന്നത്. തൽക്ഷണം അവൻ സുഖമാക്കപ്പെട്ടു. നിയമപ്രകാരം പുരോഹിതനെ സമീപിച്ച് രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുക, ഇതാരോടും പറയാതിരിക്കുക എന്ന 2 കർശന നിർദ്ദേശങ്ങൾ അവന് നൽകുന്നുമുണ്ട്. ആരോടും പറയരുത് എന്ന് പറയാൻ കാരണം താനൊരു രോഗസൗഖ്യദായകനായിട്ടല്ല ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, മറിച്ച് പാപവിമോചകനായിട്ടാണ് എന്നതിനാലാണ്. പാപമോചനം പൂർത്തിയാകുന്നത് കുരിശുമരണത്തിലൂടെയാണ്. അതിനുശേഷം ലോകമെങ്ങും ഈ പുതിയ വിശേഷം അറിയിക്കുക തന്നെ വേണം. ശിഷ്യരെ പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുമ്പോൾ വിജാതിയരുടെ അടുക്കലേക്ക് അയക്കാതിരിക്കുകയും ഉയർപ്പിനു ശേഷം ലോകമെങ്ങും പോയി സകല ജനപദങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കുന്നതും ഈ അർത്ഥത്തിലാണ്. രോഗസൗഖ്യത്തിനു ശേഷം പുരോഹിതന്റെ സാക്ഷ്യം പുതിയ നിയമത്തിലെ പുരോഹിതനിലൂടെ സ്ഥാപിക്കാനിരിക്കുന്ന പാപമോചന കൂദാശയെ ഓർമ്മപ്പെടുത്തുന്നു. അതുവരെ ഒളിച്ചു താമസിച്ചിരുന്ന കുഷ്ഠരോഗിയുടെ പൊതുസ്ഥലത്തുള്ള സുവിശേഷ പ്രഘോഷണം പക്ഷേ അതുവരെ പൊതുസ്ഥലത്ത് സഞ്ചരിച്ചിരുന്ന യേശുവിനെ വിജന പ്രദേശങ്ങളിൽ ഒളിച്ചു താമസിക്കാൻ നിർബന്ധിതനാക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് അവരെ സ്വതന്ത്രരാക്കാനുള്ള ഭാവിയിലെ തൻ്റെ ദൗത്യത്തിൻ്റെ മുന്നാസ്വാദനമാണിത്.